ഓം ശാന്തി. അവ്യക്ത ബാബ്ദാദ 24/1/70. मुरली सारम. ब्राह्मणों का मुख्य धंधा समर्पण करना और कराना. ബ്രാഹ്മണരുടെ മുഖ്യമായിട്ടുള്ള ജോലി സമർപ്പണം ചെയ്യിക്കുക. अपने जीवन की नैया किसके हवाले की. തൻ്റെ ജീവിതത്തിൻ്റെ തോണി ആരിലാണ് സമർപ്പിച്ചത്? അവിടെ ഇരുന്നവർ പറഞ്ഞു ശിവബാബാക്ക്. ശ്രീമത്ത് पर पूर्ण रीति से चल रहे हो. ശ്രീമത്ത് അനുസരിച്ച് പൂർണ്ണമായും ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? श्रीमत पर चलना अर्थात हर कर्म में अलौकिकता लाना. ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുക അർത്ഥം ഓരോ കർമ്മത്തിലും അലൗകികത കൊണ്ടുവരിക. शिव बाबा के वर्षे का पूरा अधिकारी अपने को समझते हो. ശിവ് ബാബയുടെ സമ്പത്തിൻ്റെ പൂർണ്ണ അധികാരിയാണ് ഞാനെന്ന് സ്വയം ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടോ? जो वर्षे के अधिकारी बनते हैं उनका सर्व के ऊपर अधिकार होता है. वह कोई भी बात के अधीन नहीं होते. ആരാണോ സമ്പത്തിൻ്റെ അധികാരിയാകുന്നത് അവർക്ക് സർവ്വതിൻ്റെയും മേൽ അധികാരം ഉണ്ടാവും. അവരൊരു കാര്യത്തിനും അധീനമാകിയില്ല. अगर अधीन होते हैं देह के संबंधियों व देह के कोई भी वस्तुओं से, तो ऐसे अधीन होने वाले अधिकारी नहीं हो सकते. അഥവാ ദേഹത്തിന് അധീനമാകുകയാണ് ദേഹസംബന്ധികൾക്ക് അഥവാ ദേഹത്തിൻ്റെ ഏതെങ്കിലും വസ്തുവിന് അധീനമാകുന്നവരെ അധികാരി എന്ന് പറയാൻ കഴിയുകയില്ല. അവരധികാരികളാകിയില്ല. അപ്പോൾ ബാബ ഇന്ന് നമ്മളൊരു ചോദ്യത്തോടുകൂടി തന്നെയാണ് തുടങ്ങിയത്. അതായത് ഈ ജീവിതം നിങ്ങൾ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ശിവ് ബാബയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. അർത്ഥം ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും ജീവിക്കുകയാണ്. അപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഓരോ കർമ്മത്തിലും അലൗകികത കൊണ്ടുവരണം. അങ്ങനെ അലൗകികത കൊണ്ടുവരുന്നവരാണ് ബാബയുടെ സമ്പത്തിൻ്റെ പൂർണ്ണ അധികാരിയായിത്തീരുന്നത്. ആരാണോ പൂർണ്ണ അധികാരിയാകുന്നത് അവർക്ക് സർവ്വതിൻ്റെ മേൽ അധികാരം ഉണ്ടാകും. ഒരു കാര്യത്തിനും അവരധീനമാകുകയില്ല. അതിനെ അധീനമാകുക എന്ന് പറയുമ്പോഴാണ് സ്വയം തൻ്റെ ദേഹത്തിനോ ദേഹസംബന്ധികൾക്കോ അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോ ഒരു കാരണവശാലും അധീനമാകുകയില്ല. എല്ലാത്തിൻ്റെയും മേൽ പൂർണ്ണ അധികാരം ഉണ്ടാകും. അധീനതയിൽ വരുന്നവരെ ഒരിക്കലും അധികാരി എന്ന് പറയുവാനും കഴിയുകയില്ല എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അധികാരി അധീൻ നഹീ ഹോത്തെ. सदैव अपने को अधिकारी समझने से कोई भी माया के रूप के अधीन बनने से बच जाएंगे. എപ്പോഴും സ്വയം തന്നെ അധികാരിയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായയുടെ ഒരു രൂപത്തിൻ്റെയും അധീനമാകുകയില്ല. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. സ്വയം ഞാൻ ആത്മാവ് അധികാരിയാണ്, ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒരിക്കലും ഒരു രീതിയിലും മായയ്ക്ക് അധീനമാകുകയില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും എന്ന് ബാബ പറയുകയാണ്. हमेशा यह चेक करना
कि अलौकिक कर्म कितने किए हैं और लौकिक कर्म कितने किए हैं. എപ്പോഴും ഇത് ചെക്ക് ചെയ്യണം. അലൗകിക കർമ്മം എത്രയാണ് ഞാൻ ചെയ്യുന്നത്, ലൗകിക രീതിയിലുള്ള കർമ്മം ഞാൻ എത്രയാണ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യണം. अलौकिक कर्म औरों को अलौकिक बनाने की प्रेरणा देंगे. അലൗകിക കർമ്മം മറ്റുള്ളവരെയും അലൗകികമാക്കുന്നതിന് പ്രേരണ കൊടുക്കും. सभी ने यही लक्ष्य रखा है कि हम सभी ऊंचे ते ऊंचे बाप के बच्चे ऊंचे ते ऊंचा राज्य पद प्राप्त करेंगे, वह जो मिलेंगे वह ठीक है. അപ്പോൾ എല്ലാവരും ഈ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഉയർന്നതിൽ വെച്ച് ഉയർന്ന ബാബയുടെ മക്കൾ ഉയർന്നതിൽ വെച്ച് ഉയർന്ന രാജ്യപദവി പ്രാപ്തമാക്കും. അതോ എന്താണോ എനിക്ക് കിട്ടുന്നത് അത് മതി, അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? എന്താണ് കുട്ടികൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. जब ऊंचे से ऊंचे बाप के बच्चे हैं तो लक्ष्य भी ऊंचा रखना है. ഉയർന്നതിൽ വെച്ച് ഉയർന്ന ബാബയുടെ മക്കളാണ്, അപ്പോൾ അതിനനുസരിച്ച് ലക്ഷ്യവും ഉയർന്നത് വയ്ക്കണം. जब अविनाशी आत्मिक स्थिति में रहेंगे तब ही अविनाशी सुख की प्राप्ति होगी. എപ്പോഴാണോ അവിനാശി ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോഴേ അവിനാശി സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. ആത്മാ അവിനാശിഹന്, ആത്മാവ് അവിനാശിയാണല്ലോ. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ഉയർന്നതിൽ വെച്ച് ഉയർന്ന ബാബയുടെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യവും വളരെ ഉയർന്നത് തന്നെ നമ്മൾ വയ്ക്കണം. ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതുപോലെ അവിനാശിയാണ് ആത്മീയ സ്ഥിതി, അതേപോലെ തന്നെ സുഖവും അവിനാശിയായിട്ടുള്ളത് നമുക്ക് പ്രാപ്തമാകും. കാരണം ആത്മാവ് അവിനാശിയാണ്. അതുകൊണ്ട് തന്നെ ആത്മസ്ഥിതിയിൽ കൂടി ഉണ്ടാകുന്ന സുഖവും അവിനാശിയായി തന്നെ നിലനിൽക്കും. മധുബൻ में आकर മധുബൻ के वरदान को प्राप्त किया. മധുബനിൽ വന്ന് മധുബൻ്റെ വരദാനത്തെ പ്രാപ്തമാക്കിയോ? വരദാൻ ബിഗർ മേഹനത്ത് കെ സഹജ് ഹി മിൽത്താ ഹെ. പരിശ്രമമില്ലാതെ കിട്ടുന്നതാണ് വരദാനം. अव्यक्त स्थिति में अव्यक्ति आनंद, अव्यक्ति स्नेह, अव्यक्ति शक्ति, इन सभी की प्राप्ति सहज रीति होती है. അവ്യക്ത സ്ഥിതിയിൽ അവ്യക്തമായിട്ടുള്ള ആനന്ദം, അവ്യക്ത സ്നേഹം, അവ്യക്ത ശക്തി, ഈ എല്ലാ പ്രാപ്തികളും സഹജ രീതിയിൽ പ്രാപ്തമാകും. तो ऐसा वरदान सदैव कायम रहे इसकी कोशिश की जाती है. അങ്ങനെയുള്ള വരദാനം എപ്പോഴും നിലനിൽക്കണം, അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതായത് അവ്യക്ത ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രാപ്തി സഹജമായിട്ടുണ്ടാകണം. കാരണം ബാബയിൽ നിന്ന് നമുക്ക് വരദാനം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വരദാനം എന്ന് പറയുമ്പോൾ അവിടെ പരിശ്രമത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ഈ അനുഭവം ഉണ്ടാകണം, അത് സദാ നിലനിൽക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമം. സദൈവ വരദാത കി യാദ് മേ രഹനെ സെ യഹ് വരദാൻ അവിനാശി രഹേഗ. എപ്പോഴും വരദാതാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ ഈ വരദാനവും അവിനാശിയായി നിലനിൽക്കും. അഗർ വരദാതാക്കോ ഭൂലെ തോ വരദാൻ ഭീ കദം. വരദാതാവിനെ മറക്കുകയാണെങ്കിൽ വരദാനവും ഇല്ലാതാകും. വരദാതാവായ ബാബയുടെ ഓർമ്മ സദാ ഉണ്ട് എങ്കിൽ വരദാനത്തിൻ്റെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് അവിനാശിയായിട്ട് ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും അനുഭവം ഉണ്ടാകും. ഇസ്ലിയെ വരദാതാക്കോ കബി അലഗ് നഹി കർന. അതുകൊണ്ടൊരിക്കലും വരദാതാവിനെ അകത്തി നിർത്തരുത്, വേറെയാക്കരുത്.
वरदाता साथ हैं तो वरदान भी साथ है. വരദാതാവ് ബാബ ഉണ്ട് എങ്കിൽ വരദാനവും ഒപ്പം ഉണ്ടാകും. सारी सृष्टि में सभी से प्रिय वस्तु वही है तो उनकी याद भी स्वतः ही रहनी चाहिए. മുഴുവൻ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ബാബയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാബയുടെ ഓർമ്മ സ്വതവേ തന്നെ ഉണ്ടാകണമല്ലോ. ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് ബാബയാണ്. അതിനേക്കാൾ പ്രിയമായിട്ട് മറ്റൊന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർമ്മ ബാബയുടെ തന്നെ വരണമല്ലോ. നമുക്ക് ഓർമ്മ ബാബയുടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണമല്ലോ എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. जबकि है ही प्रिय में प्रिय एक तो फिर उनकी याद भूलते क्यों? ബാബ ചോദിക്കുകയാണ്, ഏറ്റവും പ്രിയമായിട്ടുള്ളത് ഒരേ ഒരു ബാബയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ആ ബാബയുടെ ഓർമ്മ മറന്നു പോകുന്നത്? ജരൂർ ഔർ കുച്ച് യാദാത്ത ഹോങ്ക, അപ്പോൾ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടാകും. കോയി ഭി ബാത്ത് ബിനാ കാരൺ കെ നഹി ഹോത്തി, ഒരു കാര്യവും കാരണം കൂടാതെ ഉണ്ടാകുകയില്ല. അപ്പം ബാബ പറയുകയാണ്, ഏറ്റവും പ്രിയമായിട്ടുള്ളത് ഈ ലോകത്ത് ബാബ തന്നെയാണ്. ബാബയേക്കാൾ പ്രിയമായിട്ട് ഈ ലോകത്ത് വേറൊരു വസ്തു ഇല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ബാബയെ മറന്നു പോകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും മറ്റെന്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് ബാബ പറയുകയാണ്. വിസ്മൃതി കാ ഭി കാരണേ, മറവിക്കും അതിൻ്റേതായ കാരണമുണ്ട്. വിസ്മൃതി കെ കാരൺ പ്രിയ വസ്തു ദൂർ ഹോ ജാത്തി ഹെ, മറക്കുന്നത് കാരണമാണ് പ്രിയ വസ്തു ദൂരെയാകുന്നത്, അകന്നു പോകുന്നത്. മറവി കൊണ്ടാണ് പ്രിയമായിട്ടുള്ളതും അകന്നു പോകുന്നത് എന്ന് ബാബ പറയുകയാണ്. വിസ്മൃതി കാ കാരൺ ഹെ അപ്പനി കംജോരി, മറക്കുന്നതിൻ്റെ കാരണം തൻ്റെ തന്നെ കുറവുകളാണ്. जो श्रीमत मिलती है उन पर पूरी रीति से न चलने कारण कमजोरी आती है. എന്ത് ശ്രീമത്താണോ കിട്ടുന്നത് അതനുസരിച്ച് പൂർണ്ണമായിട്ടും ജീവിക്കാത്തത് കാരണമാണ് ശക്തിഹീനത വരുന്നത്. അവർ കംജോരിക്ക് കാരൺ വിസ്മൃതി ഹോത്തി, ശക്തിഹീനത കാരണമാണ് വിസ്മൃതി വരുന്നത്. അപ്പോൾ ബാബ പറയുകയാണ്, അതായത് കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ബാബയെ മറക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം തൻ്റെ തന്നെ കുറവുകളാണ്. കുറവുകൾ കാരണം, അതായത് കുറവ് എന്ന് പറയുമ്പോൾ ഏത് ശ്രീമത്താണോ ബാബയിൽ നിന്ന് കിട്ടുന്നത് അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് കുറവുകൾ അഥവാ ശക്തിഹീനത വരുന്നത്. ശക്തിഹീനത കാരണമാണ് വിസ്മൃതി വരുന്നത്. വിസ്മൃതി മേ പ്രിയ വസ്തു ഭൂൽ ജാത്തി, വിസ്മൃതി വരുമ്പോൾ പ്രിയമായിട്ടുള്ള വസ്തുവിനെയും മറന്നു പോകുന്നു. इसलिए सदैव कर्म करने के पहले श्रीमत की स्मृति रख फिर हर कर्म करो. അതുകൊണ്ട് എപ്പോഴും കർമ്മം ചെയ്യുന്നതിന് മുൻപ് ശ്രീമത്ത് ഓർമ്മയിൽ വെച്ച് പിന്നെ ഓരോ കർമ്മവും ചെയ്യും. तो फिर वह कर्म श्रेष्ठ होगा, പിന്നെ ആ കർമ്മം ശ്രേഷ്ഠമാകും. श्रेष्ठ कर्म से श्रेष्ठ जीवन स्वतः ही बनती है. ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ശ്രേഷ്ഠ ജീവിതം സ്വതവേ തന്നെയാകും. इसलिए हर कार्य के पहले अपनी चेकिंग करनी है. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെക്ക് ചെയ്യണം. कर्म करने के बाद चेकिंग करने से जो उल्टा कर्म हो गया उसका तो विकर्म बन गया. കർമ്മം ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നത് കൊണ്ട് എന്ത് കർമ്മമാണോ വിപരീതമായി പോയത് അത് വികർമ്മമായി തീർന്നല്ലോ. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ഓരോ കർമ്മവും ചെയ്യുന്നതിന് മുൻപ് ശ്രീമത്ത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ശ്രേഷ്ഠമാകും, അങ്ങനെ ജീവിതം ശ്രേഷ്ഠമായി തീരും. അപ്പം അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപാണ് ചെക്ക് ചെയ്യേണ്ടത്.
കർമ്മം ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്ത കർമ്മം വികർമ്മമായി തീരുമല്ലോ. ഇസിലിയെ പഹലെ ചെക്കിങ് കരോ ഫിർ കർമ്മ കരോ. അതുകൊണ്ട് ആദ്യം ചെക്ക് ചെയ്യണം, പിന്നെ കർമ്മം ചെയ്യും. ईश्वरीय पढ़ाई वो सहज और सरल रीति किसको देने का तरीका आता है? ഈശ്വരീയ പഠിത്തം വളരെ സഹജവും സരളവുമായ രീതിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിനുള്ള രീതി അറിയാമോ? ഏക സെക്കൻഡുമേ കിസ്കോ ബാപ് കാ പരിചയ ദേ സക്തേ ഹോ. ഒരു സെക്കൻഡിൽ ആർക്കെങ്കിലും ബാബയുടെ പരിചയം കൊടുക്കാൻ കഴിയുമോ? जितना औरों को परिचय देंगे उतना ही अपना भविष्य प्रारब्ध बनाएंगे. എത്രമാത്രം മറ്റുള്ളവർക്ക് പരിചയം കൊടുക്കുന്നു അത്രയും തൻ്റെ ഭാവി പ്രാരബ്ധം ഉണ്ടാവും, തൻ്റെ ഭാഗ്യം ഉണ്ടാവും ഭാവിയിലേക്ക്. അപ്പോൾ തൻ്റെ ഭാഗ്യത്തിൻ്റെ ആധാരം അഥവാ പ്രാപ്തിയുടെ ആധാരം ഈ സമയത്ത് നമ്മൾ എത്ര പേർക്ക് ബാബയുടെ പരിചയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ഭാഗ്യം ഉണ്ടാകുന്നത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. യഹാം ദേന ഔർ വഹാം ലേന. ഇവിടെ കൊടുക്കുക, അവിടെ എടുക്കുക. തോ ഗോയ ലേന ഹി ഹെ. അർത്ഥം എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ എത്രമാത്രം ബാബയുടെ പരിചയം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതിൻ്റെ ആധാരത്തിൽ നമുക്കവിടെ ഭാഗ്യം കിട്ടുകയാണ്. അപ്പം ബാബ പറയുകയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്ന് തന്നെയാണ്, അവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ജിത്തന ദേത്തേ രഹോ ഉത്തന സംശോഹം ലേത്തേ ഹെ. എത്രമാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു അത്രയും മനസ്സിലാക്കിക്കോളൂ, ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. इस ज्ञान का भी प्रत्यक्ष फल और भविष्य के प्रारब्ध प्राप्ति का അനുഭവ करना है. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ ഫലവും ഭാവിയിലെ ഭാഗ്യത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവവും ചെയ്യണം. അതായത് ജ്ഞാനം ഈ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ബാബയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷ ഫലം നമുക്കിപ്പോഴും ഉണ്ടാകും. അതേപോലെ ഭാവിയിൽ നമ്മൾ പ്രാരബ്ധം അതായത് പ്രാപ്തി നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. രണ്ടിൻ്റെയും അനുഭവം ഈ സമയത്ത് ചെയ്യണം. അതായത് പ്രത്യക്ഷ ഫലത്തിൻ്റെയും ഭാവിയിലെ പ്രാപ്തിയുടെയും രണ്ടിൻ്റെയും അനുഭവം ഈ സമയത്ത് ചെയ്യണം. വർത്തമാൻ കെ പ്രാപ്തി കെ ആധാർ പർ ഹി ഭവിഷ്യ കോ സമझ सकते हो. വർത്തമാന സമയത്തെ പ്രാപ്തിയുടെ ആധാരത്തിൽ തൻ്റെ ഭാവിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർത്തമാൻ അനുഭവ ഭവിഷ്യ കോ സ്പഷ്ട करता है. വർത്തമാന സമയത്തുള്ള അനുഭവം ഭാവിയെ സ്പഷ്ടമാക്കുകയാണ്. അപ്പനെ കോ കിസ് രൂപമേ സമझकर चलते हो. സ്വയം തന്നെ ഏത് രൂപത്തിൽ മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത്. मैं शक्ति हूँ, जगत की माता हूँ, यह भावना रहती है. ഞാൻ ശക്തിയാണ്, ജഗത്തിൻ്റെ അമ്മയാണ്, ഈ ഭാവനയുണ്ടോ? जो जगत माता का रूप है उसमें जगत का कल्याण का रहते हैं. ജഗത് മാതാവിൻ്റെ രൂപത്തിൽ തീർച്ചയായിട്ടും ജഗത്തിൻ്റെ മംഗളത്തിൻ്റെ ചിന്തയുണ്ടാകും. അപ്പം ബാബു പറയുകയാണ് എപ്പോഴും സ്വയം തന്നെ ഞാൻ ശക്തിയാണ്, ജഗത്തിൻ്റെ അമ്മയാണ്, ഈ ഭാവന നമുക്കുണ്ടാകണം. ജഗത്തിൻ്റെ അമ്മയാണ് എന്നുള്ള ഓർമ്മ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ജഗത്തിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് മംഗളത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവും. ശിവശക്തി രൂപമേ ഭി കോയി ഭി കംജോരി നഹി രഹേങ്കി. അപ്പം അതേപോലെ ഞാൻ ശിവശക്തിയാണ് എന്നുള്ള ഓർമ്മയുണ്ട് എങ്കിൽ ശക്തിഹീനതകൾ ഉണ്ടാകുകയില്ല. तो मैं जगत माता हूँ और शिव शक्ति हूँ, यह दोनों रूप स्मृति में रखना. അപ്പം അതുകൊണ്ട് ഞാൻ ജഗത്തിൻ്റെ അമ്മയാണെന്നും അതുപോലെ ഞാൻ ശിവശക്തിയാണെന്നും ഈ രണ്ട് രൂപവും എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഞാൻ ജഗത്തിൻ്റെ അമ്മയാണ്, അതേപോലെ ഞാൻ ശിവശക്തിയാണ്. ഈ രണ്ട് രൂപവും നമ്മുടെ ഓർമ്മയിൽ സദാ ഉണ്ടായിരിക്കണം. അപ്പോൾ ജഗത്തിൻ്റെ അമ്മ
എന്നുള്ള ഓർമ്മ വരുമ്പോൾ മുഴുവൻ ലോകത്തിൻ്റെയും മംഗളത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും, നന്മ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരും. അതേപോലെ ഞാൻ ശിവശക്തിയാണ് എന്നുള്ള ഓർമ്മ നമുക്ക് വരുമ്പോൾ കുറവുകൾ നമ്മളിൽ ഉണ്ടാകുകയില്ല, എല്ലാ കുറവുകളും അകന്നു പോകും. और विश्व के कल्याण की भावना से आत्माओं के कल्याण के अनेक आत्माओं के कल्याण के निमित्त बनेगी. വിശ്വത്തിൻ്റെ മംഗളത്തിൻ്റെ ഭാവനയിലൂടെ അനേകം ആത്മാക്കളുടെ മംഗളത്തിന് നിമിത്തമാകും. നഷ്ടോ മോഹ സംബന്ധ സെ വ അപ്പനെ ശരീർ സെ ബനെ ഹോ. ബാബ ചോദിക്കുക, സംബന്ധത്തിൽ നിന്ന് നിങ്ങൾ നഷ്ടോ മോഹ ആയോ, അതോ തൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടോ മോഹ ആയോ? നഷ്ടോ മോഹ की ലാസ്റ്റ് സ്റ്റേജ് കഹാൻ തക്ക് ഹെ. നഷ്ടോ മോഹയുടെ ലാസ്റ്റ് സ്റ്റേജ് എവിടം വരെയായി? ജിത്തന നഷ്ടോ മോഹ ബനേഗി ഉത്തന സ്മൃതി രൂപ ബനേഗി. എത്രമാത്രം മോഹം നഷ്ടമാകുന്നു അത്രയും സ്മൃതി സ്വരൂപമാകും. तो स्मृति को सदा कायम रखने के लिए साधन है नष्टो മോഹ ബനന. ഇപ്പോൾ സ്മൃതിയെ സദാ നിലനിർത്തുന്നതിനുള്ള മാർഗമാണ് നഷ്ടോ മോഹ ആകുക എന്നുള്ളത്. എപ്പോഴും സ്മൃതി, ബാബയുടെ സ്മൃതി, ആത്മസ്മൃതി നിലനിൽക്കണമെങ്കിൽ ബാബ പറയുകയാണ് മോഹങ്ങളെല്ലാം നഷ്ടമാകണം. അതാണ് മാർഗം. നഷ്ടോ മോഹ ബന്ന സഹജ് ഹേ വാ മുഷ്കിൽ ഹേ. നഷ്ടോ മോഹ ആകുക എന്നുള്ളത് എളുപ്പമാണോ അതോ പ്രയാസമാണോ? ജബ് അപ്പനെ ആപ്കോ സമർപ്പൺ കർ ദേംഗെ തോ ഫിർ സബീ സഹജ് ഹോങ്ക. സ്വയം തന്നെ സമർപ്പണം ചെയ്യുകയാണെങ്കിൽ പിന്നെ എല്ലാം സഹജമാകും, എളുപ്പമാകും. സ്വയം തന്നെ സമർപ്പണം ചെയ്യുമ്പോൾ നഷ്ടോ മോഹ ആകുന്നതും എളുപ്പമാകും എന്ന് ബാബ പറയുകയാണ്. അഗർ സമർപ്പൺ ന കർക്കെ അപ്പനെ ഊപ്പർ രഖ്തേ ഹോ തോ മുഷ്കിൽ ഭാസ്താ ഹൈ. സമർപ്പണം ചെയ്യാതെ എല്ലാം തൻ്റെ മേൽ വയ്ക്കുകയാണെങ്കിൽ പ്രയാസം തോന്നും. സഹജ് ബനാനെ കാ മുഖ്യ സാധൻ ഹേ സമർപ്പൺ കർണ. സഹജമാക്കുന്നതിനുള്ള മുഖ്യമായ സാധനയാണ്, മാർഗമാണ് സമർപ്പണം ചെയ്യുക എന്നുള്ളത്. ബാപ്കോ ജോ ചാഹിയേ വോ കരാവേ. ബാബയ്ക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യിക്കട്ടെ. സമർപ്പണം ചെയ്യുക ബാബയുടെ മേൽ എന്ന് പറയുമ്പോഴർത്ഥം ബാബയ്ക്ക് എന്താണോ ആഗ്രഹം, എന്നെക്കൊണ്ട് എന്താണോ ചെയ്യിക്കേണ്ടത് അത് ബാബ ചെയ്യിക്കട്ടെ എന്നാണ് അർത്ഥം. ജൈസെ മിഷൻ ഹോത്തി ഹേ ഉൻ ദ്വാര സാരാ കാർഖാന ചൽത്താ ഹെ. അപ്പോൾ ഏതുപോലെ മിഷനുണ്ട്, അതിലൂടെയാണ് മുഴുവൻ കമ്പനി നടക്കുന്നത്, ഫാക്ടറി നടക്കുന്നത്. മിഷൻ കാ കാം ഹേ കാർഖാനെ കോ ചലാന. മിഷൻ്റെ ജോലിയാണ് ആ ഫാക്ടറിയെ നടത്തിക്കുക എന്നുള്ളത്. വൈസേ ഹം നിമിത്ത് ഹേ. അതേപോലെ നമ്മൾ നിമിത്തമാണ്, ഞാൻ നിമിത്തമാണ്. ചലാനെ വാല ജൈസേ ചലാവേ ഹംകോ ചലന ഹേ. നടത്തിക്കുന്ന ആൾ എങ്ങനെ നടത്തിക്കുന്നു അതേപോലെ എനിക്ക് നടക്കണം. ഐസ സമച്ചിനേസെ മുഷ്കിൽ നഹി ഫീൽ ഹോങ്കി. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ പ്രയാസമെന്ന് തോന്നുകയില്ല. യഹ് സ്ഥിതി ദിൻ പ്രതിദിൻ പരിപക്വ കർണി ഹേ. ഈ സ്ഥിതി ഓരോരോ ദിവസം കഴിയുന്തോറും പരിപക്വമാക്കണം. ഇസ് മുഖ്യ ബാത്ത് പർ അറ്റൻഷൻ രഖ്ന ഹേ. ഈ മുഖ്യമായ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. ജിത്തന സ്വയം കോ സമർപ്പൺ കർത്തേ ഹേ ബാപ് കെ ആകെ ഉത്തന ഹി ബാപ്പ് ഭി ഉൻ ബച്ചോ കെ ആകെ സമർപ്പൺ ഹോത്തേ ഹേ. എത്രമാത്രം സ്വയം തന്നെ ബാബയുടെ മുന്നിൽ അർപ്പണം ചെയ്യുന്നു അത്രയും ബാബയും ആ കുട്ടികളുടെ മുന്നിൽ സമർപ്പണം ചെയ്യും. അപ്പം ബാബ പറയുകയാണ്, ബാബയിൽ സമർപ്പിക്കുക അർത്ഥം പിന്നെ നിശ്ചിന്തമാകുക എന്നുള്ളതാണ്. എന്താണോ ബാബയ്ക്ക് എന്നെക്കൊണ്ട് ചെയ്യിക്കാനുള്ളത് അത് ബാബ ചെയ്യിക്കട്ടെ. ഇപ്പോൾ ഏതുപോലെ ഒരു മിഷൻ ഫാക്ടറിയെ നടത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ബാബയ്ക്ക് നമ്മൾ എത്രമാത്രം സമർപ്പണം ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ കുട്ടികളുടെ മുന്നിൽ ബാബ സ്വയവും സമർപ്പണം ചെയ്യും. അർത്ഥം കുട്ടികൾക്ക് വേണ്ടി ബാബ എന്തും ചെയ്യാൻ തയ്യാറാകും. അർത്ഥാത്
जो बाप का खजाना है वह स्वतः ही उनका बन जाता है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണോ ബാബയുടെ ഖജനാവ് അത് സ്വതവേ തന്നെ അവരുടേതായിത്തീരും. അർത്ഥം കുട്ടികളുടേതായിത്തീരും. ബാബയുടെ അടുത്ത് എന്തെല്ലാം പ്രോപ്പർട്ടികളുണ്ടോ അതെല്ലാം കുട്ടികളുടേതായിത്തീരും. അർത്ഥം നമ്മൾ ബാബയ്ക്ക് സമർപ്പണം ചെയ്യുന്നതിനനുസരിച്ച് ബാബ നമ്മുടെ മേലും തിരിച്ച് അർപ്പണം ചെയ്യും. जो गुण अपने में होता है वो किसको देना मुश्किल क्यों? ഏത് ഗുണമാണോ തന്നിലുള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്താണ് പ്രയാസം? സമർപ്പൺ കർണ और कराना एक ही ബ്രാഹ്മണോं का धंधा है. സമർപ്പണം ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുക ഇത് തന്നെയാണ് ബ്രാഹ്മണരുടെ ജോലി. जो है ही ब्राह्मणों का धंधा तो ब्राह्मणों के सिवाय और कौन जानेंगे? ബാബയുടേത് ബ്രാഹ്മണരുടെ തന്നെ ജോലിയാണ്. അപ്പോൾ ബ്രാഹ്മണരല്ലാതെ പിന്നെ വേറെ ആർക്ക് ഈ ജോലിയെക്കുറിച്ച് അറിയാൻ കഴിയും? ബ്രാഹ്മണരുടെ മാത്രം ജോലിയാണ്, കടമയാണ് കൊടുക്കുക അല്ലെങ്കിൽ സമർപ്പണം ചെയ്യുക എന്നുള്ളത്. അപ്പം ബാബ പറയുകയാണ് നിങ്ങളല്ലാതെ പിന്നെ വേറെ ആർക്കിത് മനസ്സിലാകും, അറിയാൻ കഴിയും സമർപ്പണം ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുക എന്നുള്ളത്. जैसे बाप तोड़े में राज़ी नहीं होता बच्चों को भी तोड़े में राज़ी नहीं होना है. ഏതുപോലെ ബാബ കുറച്ചെന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷിക്കാറില്ല, അതേപോലെ കുട്ടികളും കുറച്ച് കിട്ടുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല. ബാബ ഏതുപോലെ വളരെയധികം വലിയ സമ്പത്തിൻ്റെ അധികാരിയാണ്, അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളും വലിയ സമ്പത്തിൻ്റെ അധികാരിയായി തീരണം. കുറച്ചെന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷിച്ചാൽ പോരാ എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിശ്ചയ की निशानी क्या है? വിജയ്. നിശ്ചയത്തിൻ്റെ അടയാളം അഥവാ ലക്ഷണം എന്താണ്? വിജയമാണ്. ജിത്തന നിശ്ചയ ബുദ്ധി ഹോങ്കെ ഉത്തന ഹി സബി ബാത്തോ മേ വിജയി ഹോങ്കെ. എത്രമാത്രം നിശ്ചയബുദ്ധിയുള്ളവരാകുന്നു അത്രയും എല്ലാ കാര്യങ്ങളിലും വിജയിയാകും. നിശ്ചയബുദ്ധിക്കോ കബി ഹാർ നഹി ഹോത്തി. നിശ്ചയബുദ്ധികൾക്കൊരിക്കലും തോൽവി ഉണ്ടാകുകയില്ല. ഹാർ ഹോത്തി ഹേ തോ സമച്ന ചാഹിയേ കി നിശ്ചയ കി കമി ഹേ. തോൽക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം നിശ്ചയത്തിൻ്റെ കുറവാണ്. ഭാവന നിശ്ചയബുദ്ധിക്ക് ഒരിക്കലും തോൽവി ഉണ്ടാകില്ല. തോൽവി ഉണ്ടാകുന്നു എങ്കിൽ മനസ്സിലാക്കണം നിശ്ചയത്തിൻ്റെ കുറവാണ്. നിശ്ചയബുദ്ധി വിജയീ രത്നോ മേ സേ ഹം ഏക് രത്തൻ ഹേ ഐസെ അപ്പനെ കോ സമച്ന ഹേ. നിശ്ചയബുദ്ധി വിജയീ രത്നങ്ങളിൽ വെച്ച് ഞാൻ ഒരു രത്നമാണ്, അങ്ങനെ സ്വയം തന്നെ മനസ്സിലാക്കണം. വിഘ്നത്തോ ആയെങ്കിൽ उन्हों को ख़त्म करने की युक्ति है सदैव समझो कि यह पेपर है. വിഘ്നങ്ങൾ വരും, ആ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള യുക്തിയാണ് എപ്പോഴും മനസ്സിലാക്കണം ഇത് പേപ്പറാണ്, ഇത് ടെസ്റ്റ് പേപ്പറാണ്, എന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. എനിക്ക് ബാബയുടെ മേൽ എത്രമാത്രം നിശ്ചയമുണ്ട് അത് മനസ്സിലാക്കുന്നതിന് അഥവാ അതിൽ കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ മുന്നിൽ വന്ന ഒരു പേപ്പറാണിത് എന്ന് മാത്രമേ വിഘ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി.